ഒരു ടീം മാത്രം ഗോളടിക്കുന്ന കളിയാ ഇത്. ഗോൾ പോസ്റ്റിൽ നിൽക്കുന്ന ഗോളിക്ക് ഗോള് പിടിക്കാൻ പോയിട്ട് കാണാൻ പോലുമുള്ള അവസരം കൊടുക്കരുത് നമ്മളായിട്ട്. അതാ ഞാൻ രാവിലെ തന്നെ സാറിനെ വിളിച്ചത്. ഇതെന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? അത് എന്റെ വണ്ടിയുടെ മുമ്പില് ഒരു പട്ടി കുറുകെ ചാടി. അയ്യോ, എന്നിട്ട് വല്ലതും പറ്റിയോ? ഒന്നുമില്ല. നീ ആരെയും ബഹളം വെച്ച് വിളിച്ചുണർത്തൊന്നും വേണ്ട. ഉറങ്ങുന്നവരുറങ്ങിക്കോട്ടെ. പ്രകാശേട്ടൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടല്ലോ. മുഖം കാണുമ്പോ തന്നെ അറിയാം. ഈ പട്ടി കുറുകെ ചാടി കഥ ആരോടും രാവിലെ വിളമ്പാൻ നിൽക്കണ്ട. ചായ. ഇതെന്താ പതിവില്ല നീ ചായ കേട്ട്? സുമ എവിടെ? അമ്മ പുറത്തേക്ക് ഇറങ്ങി. അച്ഛന് ചായ ഞാൻ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് വന്നതാ. ഓ അങ്ങനെ. എന്റെ മരുമോൾക്ക് ഈ അമ്മായി അച്ഛനെ കൊണ്ട് എന്ത് കാര്യമാ സാധിപ്പിച്ചെടുക്കാനുള്ളത്? അത് ഈ ജിതേന്ദ്രൻ ചേട്ടനെ ഇങ്ങനെ നിർത്തിയാ മതിയോ അച്ഛാ? വേണ്ട, നമുക്ക് അവനെ കാലിച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം. എന്താ ഈ അച്ഛൻ്റെ ഒരു തമാശ. എടി, എന്റെ തമാശ അല്ല ജിതേന്ദ്രൻ, നിനക്കാണവൻ തമാശ. അല്ലച്ചാ, ആരെങ്കിലും ഭർത്താവ് എന്തെടുക്കുന്നു ചോദിക്കുമ്പോ പറയാനൊരു ജോലി വേണ്ടേ? നിന്റെ കെട്ടിയോനാണെന്ന് പറഞ്ഞാ മതി. അതൊരു വലിയ ജോലി തന്നെയല്ലേ? അച്ഛാ, അതല്ല ഞാൻ. വിദ്യേ, മരുമോളെ, നിനക്കിപ്പോ വേണ്ടത് അവനെ ഏതെങ്കിലും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലാക്കണം, അതല്ലേ? എന്നാൽ അത് വേണ്ട. അവനെ ഞാൻ ആഫ്രിക്കൻ പയൽ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആക്കാനാണ് എന്റെ ശ്രമം. ആ ബോർഡ് നീ കയറി ഭരിച്ചു കളയാതിരുന്നാൽ മാത്രം മതി. അച്ഛാ, ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് കുറുപ്പ് സാറേ. ഗുഡ് മോർണിംഗ്. ഇതുവരെ സാറിന്റെ പ്ലാൻ പ്രകാരം കാര്യങ്ങളൊക്കെ സക്സസ്. ഗ്രൗണ്ടും കളിക്കാരും പന്തുമൊക്കെ റെഡിയല്ലേ? റഫറി വരെ റെഡി. എന്നാ പിന്നെ വിസിലെടുത്തേക്ക്. അതിലേ ഫോർവേഡ് കളിക്കാർ കളത്തിൽ ഇറങ്ങിയിട്ടില്ല. അത് സാറ് വിചാരിച്ചാലേ. ശരി, ഒരു ടീം മാത്രം ഗോളടിക്കുന്ന കളിയാ ഇത്. ഗോൾ പോസ്റ്റിൽ നിൽക്കുന്ന ഗോളിക്ക് ഗോള് പിടിക്കാൻ പോയിട്ട് കാണാൻ പോലുമുള്ള അവസരം കൊടുക്കരുത് നമ്മളായിട്ട്. അതാ ഞാൻ രാവിലെ തന്നെ സാറിനെ വിളിച്ചത്. ശരി, ഞാനിനി ഗ്യാലറി കാണും. ധാരാളം മതി. വിസില് ഞാനങ്ങ് അടിച്ച് തുടങ്ങിയാ മതിയല്ലോ. അത് ഞാൻ ഏറ്റു.
ഇന്ന് രാവിലെ അച്ഛന് ഫുട്ബോൾ കളിയുടെ ഉദ്ഘാടനമാണോ? ആ മരുമോള് ചലിച്ചില്ലായിരുന്നോ? ആ അതെ, നീ പോയി ചേച്ചിയോട് വരാൻ പറ. ഞാനിവിടെ ഉണ്ട്. ഉം. ആ നീ പോയി എനിക്കൊരു ചായ എടുത്തോണ്ട് വാ. ആ ദാ, ഇങ്ങോട്ട് വന്നേ. ഇനി ബാക്കിയൊക്കെ അവരുടെ ഡ്യൂട്ടിയാ, അതവരൊക്കെ ചെയ്തോളും.